ബാക്ക് ടു അന്നാസ് രുചിക്കൂട്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ സ്ട്രിപ്സ് ആണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണല്ലോ. നമുക്ക് എല്ലാവർക്കും ചിക്കൻ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ്, മെയിൻ ആയിട്ട് ഒരു 3-4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് ചെയ്യാൻ വേണ്ടി. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതേണ്ടതാണ്. പിന്നെ അത് ആണ് ഞങ്ങൾക്ക് കൂടുതലും എന്തെങ്കിലും തിരുത്താനാണെങ്കിൽ തിരുത്താനും കൂടുതലും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത് നിങ്ങളുടെ കമന്റ്സും ലൈക്സ് ഒക്കെ കൊണ്ടാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ സ്ട്രൈപ്സിന് ബോൺലെസ് ആയിട്ടുള്ള ഇതേപോലത്തെ പീസ് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇതുപോലെ വേണം നമുക്ക് വരേണ്ട. ഇനി ഇതിനു വേണ്ടിയുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് 3 മുട്ടയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനൊരു മുട്ട എടുത്ത് പൊട്ടിച്ച് നമ്മൾ വൈറ്റും യെല്ലോയും, അതായത് യോക്കും സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ ഇതിൽ എടുക്കാൻ. ഒന്നില് വൈറ്റും ഒന്നില് യോക്കും, ഇങ്ങനെ വേണം എടുക്കാൻ. ഇതുപോലെ ബാക്കി മുട്ടകളും എടുക്കാം. വളരെ എളുപ്പത്തിന് തന്നെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിൽ ആവശ്യം വരുന്നുള്ളൂ. ഇപ്പം ഞാൻ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം യോക്ക് എടുക്കാം, വൈറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഞാൻ വൈറ്റ് പെപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ നമ്മുടെ കുരുമുളക് പൊടി ഇട്ടാലും മതി കേട്ടോ. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേണ്ടത് കോൺഫ്ലവർ ആണ്, അതൊരു 2 ടീസ്പൂൺ. കുരുമുളക് നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ അതുകൊണ്ട് അളവ് പറയുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. യോക്ക് മാത്രമാണ് കേട്ടോ, മറക്കരുത്. യോക്ക് മാത്രമാണ് നമ്മളെടുത്ത് ബീറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ കഷ്ണങ്ങളും കൂടി ഇതിലിട്ട് നമ്മുടെ കൈ കൊണ്ടുതന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഉപ്പും മുട്ടയും കുരുമുളകും എല്ലാം കൂടി കോൺഫ്ലവറൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ഇപ്പോൾ നന്നായി മിക്സായി വരുന്നുണ്ട്. ഞാനൊരു കാര്യം കൂടെ മറന്നുപോയി. നമ്മൾ ഗരം മസാലപ്പൊടി, നമ്മുടെ ഗരം മസാലപ്പൊടിയും കൂടെ ആവശ്യത്തിന് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ വരെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ ടൈം കൊണ്ട് നമുക്ക് വൈറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ വൈറ്റ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് സാധാരണ നമ്മൾ വെട്ടിയെടുക്കുന്ന പോലെ ചെയ്താലും മതി കേട്ടോ. ഒന്ന് പതപ്പിച്ചെടുക്കണം. ഉണ്ട്, ഇതേപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം. അതിലൊന്നും വേറെ ഉപ്പൊന്നും ഇടണ്ട. ഈ സമയം കൊണ്ട് ഞാൻ ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതുപോലെ എടുക്കാം. എന്നിട്ട് എഗ് വൈറ്റിൽ ഒന്ന് പതുക്കെ മുക്കി എടുത്തിട്ട് നമ്മുടെ എണ്ണയിലോട്ട്, നമ്മുടെ ചൂട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഉണ്ട്, ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ എളുപ്പമാണ്. ഇതേപോലെ ഓരോ പീസ് എടുക്കുക, എഗ് വൈറ്റിൽ മുക്കുക, എന്നിട്ട് അതിലേക്ക് ഇടാം. കണ്ടോ, വളരെ എളുപ്പമല്ലേ. നമുക്ക് വേറെ എക്സ്ട്രാ കോൺഫ്ലെക്സ് അങ്ങനെയുള്ള വേറെ ഒരു ബ്രെഡ് ക്രംസോ ഒന്നും വേണ്ട. അല്ലാതെ ഈ എഗ് വൈറ്റിലാണ് നമ്മളിത് ചെയ്ത് ഫ്രൈ ചെയ്യുന്നത്. അതെന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഉണ്ട്, ഇനി ഇതുപോലെ ഒന്ന് പതുക്കെ ഓരോ സൈഡ് മറിച്ച് ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യാൻ. ലാസ്റ്റ് ആവുമ്പോൾ മാത്രം ഫ്ലെയിം ഒന്ന് പതുക്കെ കൂട്ടി കൊടുത്താൽ മതി. അങ്ങനെ വേണം ഇത് ഫ്രൈ ചെയ്യാൻ. എന്നാലേ ചിക്കനും വേവുള്ളൂ. കറക്റ്റ് വേവാണ് കേട്ടോ. നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് കിട്ടും. നല്ല ടേസ്റ്റുമാണ്, ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പം നമ്മുടെ ചിക്കനെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള പീസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്യട്ടെ. ഇപ്പോൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഞാനതിൽ കുറച്ചൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് സോസും കൂട്ടി ഇത് കഴിക്കാവുന്നതാണ് സ്റ്റാർട്ടറായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. കൊള്ളാട്ടോ, സൂപ്പർ ടേസ്റ്റ്. വെറുതെ പറഞ്ഞല്ല, നമ്മള് ചിക്കൻ KFC ചിക്കനൊക്കെ കഴിക്കില്ലേ, അതേപോലെയൊക്കെ തന്നെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. വെറൈറ്റി നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യണ പോലെയല്ല,
എഗ് വൈറ്റും എല്ലാം ഡിഫറെന്റ് ചെയ്താണ് നമ്മളിത് ചെയ്യുന്നത്. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ തന്നെയാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. പിന്നെ ലൈക്ക് ചെയ്യണം മറക്കരുത്, ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ നല്ലൊരു റെസിപ്പി വരുന്നതാണ്. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.